പാലസ്റ്റീൻ അല്ല കേരളത്തിലെ ആൾക്കാർ, മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഹമാസിനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതിൻ്റെ അത് ക്രിസ്ത്യൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ബേസിക്കലി ഈ പാലസ്റ്റീനിലോ ഇസ്രായേലിലോ ഇതിനെപ്പറ്റി ഡെപ്തായിട്ട് അറിയാത്ത കുരങ്ങന്മാരാണ് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്. ഈ ഇസ്രായേലിൽ തന്നെ ഞാൻ ഈ ടെല്ലവീവിലും ജെറുസലേമിലും ഒക്കെ ഞാൻ പോയപ്പോൾ ഞാൻ എത്രയോ അവിടെ ഇസ്രായേലി സിറ്റിസൻസ് ആയിട്ടുള്ള മുസ്ലിംസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ പേര് പാലസ്റ്റീൻകാരായിട്ടുള്ള ക്രിസ്ത്യൻസിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേര് ഇന്ത്യയിൽ വരുന്നു, എത്രയോ പേര് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നു പാലസ്റ്റീന. കാരണം ഇന്ത്യ ആയിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് ഇതുണ്ട്, കാരണം അവർക്ക് ഇവിടെ ഇന്ത്യയിൽ വന്ന് പഠിക്കാം. എത്രയോ പേര് വന്ന് പഠിക്കുന്നു, പോകുന്നു. അപ്പം അതിൽ നിന്ന് മാറ്റിയിട്ട് ഇവർ ഹമാസ് എന്ന് പറഞ്ഞ ആ സംഭവം അതിനകത്ത് ടെറർ ആംഗിൾ അങ്ങ് എടുത്തു. അതാണ് പ്രശ്നം. ഈ ടെറർ ആംഗിൾ മാറ്റിയിട്ട് അതൊരു ഹ്യൂമനിറ്റേറിയൻ ആംഗിളിലോട്ട് പാലസ്റ്റീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. യാഹ്യാ സിൻവാറിനും ഇസ്മായിൽ ഹനിയ അതേപോലെയുള്ള ടെററായിട്ടുള്ള ആൾക്കാരെയാണ് ഫോട്ടോ വെച്ച് അവരെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഈ പറയുന്ന CPIM-നും UDF-നൊക്കെ വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന് വേറെയും കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടൊരു സ്ട്രാറ്റജിക് അലയൻസ് ഉള്ളൊരു രാജ്യമാണ്. അവിടെ ഇങ്ങോട്ട് ടെക്നോളജിയും വെപ്പൺസും ഒക്കെ തരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ബോംബ്സും സംഭവം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്.